ജയിൽ ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി ഇപ്പോൾ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഒരു ജയിൽ ചാട്ടത്തിന് ദൂരമായിരുന്നു കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അതീവ സുരക്ഷയുള്ള ജയിലാണ്. പഴയ തന്നെ സഹായിച്ച ആളുകളെയൊക്കെ വിട്ടുകൊണ്ട് വിയൂരിൽ പുതിയിടത്തേക്ക് മാറുകയാണ് ഗോവിന്ദച്ചാമി. അതീവ സുരക്ഷാ ജയിലിൽ ഇനിയും ഇത്തരം സാഹസങ്ങൾക്ക് ഗോവിന്ദച്ചാമി മുതിരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ റാഫി കരീം ചെയ്യുന്നു. റാഫി, ഒരു ജയിൽ ചാട്ടമാണ്, അവിശ്വസനീയമായ ഒരു ജയിൽ ചാട്ടം. അതാണ് കണ്ണൂരിൽ നിന്ന് വിയൂരിലേക്ക് ഗോവിന്ദച്ചാമി എത്തിക്കുന്നത്. കടുത്ത സുരക്ഷയാണോ ഈ ഇവിടെ ഉള്ളത്? എന്താണ് ഈ ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുന്ന സെല്ലിനെ കുറിച്ചൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹേൽ, കനത്ത സുരക്ഷയിലാണ് വിയ്യൂരിൽ ഗോവിന്ദച്ചാമി താമസിക്കുക എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ണൂരിൽ 7 അടി ഉയരമുള്ള മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ട ഗോവിന്ദച്ചാമിക്ക് തൃശ്ശൂരിൽ വിയ്യൂരിൽ കനത്ത സുരക്ഷയാണ്. അതീവ സുരക്ഷാ ജയിലിലാണ് ഗോവിന്ദച്ചാമിയെ താമസിപ്പിക്കുക. ഏകാന്ത തടവുകാരനായിരിക്കും ഗോവിന്ദച്ചാമി സുരക്ഷാ ജയിലിൽ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 24 മണിക്കൂർ CCTV ക്യാമറ നിരീക്ഷണം, ഒപ്പം 4 വാച്ച് ടവറുകളിൽ നിന്നുള്ള പോലീസ് കാവൽ, ഈ നിലയിലുള്ള ക്രമീകരണം സുരക്ഷയ്ക്കായി ഈ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളോട് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഏകാന്ത തടവുകാരനായി കഴിയുന്ന ഗോവിന്ദച്ചാമി ഒരാവശ്യത്തിനും പുറത്തിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്ഷണം പോലും സെല്ലിൽ നൽകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 536 പേർക്ക് താമസിക്കാൻ കഴിയുന്നതാണ് ഈ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിൽ എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. അതിൽ 125 ആളുകളാണ് നിലവിലുള്ളത്. 126 ഗോവിന്ദച്ചാമി ഈ അതീവ സുരക്ഷാ ജയിലിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 700 മീറ്റർ ചുറ്റളവിലാണ് അതീവ സുരക്ഷാ ജയിൽ വിയ്യൂരിൽ ഒരുക്കിയിരിക്കുന്നത്. 700 മീറ്റർ ചുറ്റളവും 10 അടിയിലധികം ഉയരമുള്ള മതിൽക്കെട്ടാണ്. അതിനു മുകളിൽ 3 അടി ഉയരത്തിൽ കമ്പിവേലിയും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരിക്കും ഈ ജയിലിൽ കാവലിനായി ഉണ്ടാവുക. ആ നിലയിലുള്ള സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ സംഭവിച്ചതുപോലെ ഒരു സുരക്ഷാ വീഴ്ച വിയ്യൂരിൽ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗോവിന്ദച്ചാമിയുടെ ഈ വിയ്യൂരിലേക്കുള്ള വരവ് കണക്കിലെടുത്ത് ഈ വിയ്യൂരിലേക്ക് ഗോവിന്ദച്ചാമി എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സുരക്ഷയും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. റോഡുകളിൽ പ്രത്യേകം AR ക്യാമ്പുകളിൽ നിന്നെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 7:30 പുറപ്പെട്ട പോലീസ് സംഘം അല്പസമയം മുൻപാണ് വിയ്യൂരിലേക്ക് എത്തിയത്. വിയ്യൂരിലേക്ക് 5 മണിക്കൂർ കൊണ്ട് തന്നെ പോലീസ് സംഘത്തിന് എത്താൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിനകത്തേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റിയിട്ടുണ്ട്. ഇനി നടപടിക്രമങ്ങളാണ്. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അതീവ സുരക്ഷാ ജയിലിൽ പ്രത്യേകം സജ്ജീകരിച്ച സെല്ലിലേക്ക് ഗോവിന്ദച്ചാമിയെ മാറ്റും. നേരത്തെ കണ്ണൂരിൽ സുരക്ഷാ ജയിലിൽ തന്നെയായിരുന്നു ഗോവിന്ദച്ചാമി ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ നിന്നാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള രക്ഷപ്പെടൽ എന്ന് തന്നെ വേണം ഗോവിന്ദച്ചാമിയുടെ രക്ഷപ്പെടലിനെ കുറിച്ച് പറയാൻ. നേരത്തെ കോടതി ഈ ഒരു കൈ നഷ്ടപ്പെട്ട ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു യുവതിയെ തള്ളിയിട്ട് കൊല്ലുക എന്ന സംശയം പ്രകടിപ്പിച്ചെടുത്ത് നിന്ന് ഗോവിന്ദച്ചാമി അതേ ആരോഗ്യസ്ഥിതി വെച്ചുകൊണ്ട് 7 അടി ഉയരത്തിലുള്ള മതിൽ ചാടിക്കടന്നുകൊണ്ട് രക്ഷപ്പെടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് എങ്ങനെയാണ് കണ്ണൂരിൽ നിന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടതെന്ന ചോദ്യത്തിന് ഗോവിന്ദച്ചാമി നൽകുന്ന ഉത്തരങ്ങൾ അത് അവിശ്വസനീയമാണ്. എന്നാൽ ഇത് ഒരു സുരക്ഷാ വീഴ്ചയാണ് എന്ന് തന്നെ ജയിൽ അധികൃതർ സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ നിന്ന് അതിവേഗം ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. വിയ്യൂരിൽ അത്തരത്തിൽ കണ്ണൂരിൽ സംഭവിച്ചതുപോലെ ഒന്ന് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നാണ് വിയ്യൂർ. മാവോയിസ്റ്റുകൾ അടക്കമുള്ള ആളുകൾ വിയ്യൂരിൽ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആയുധങ്ങളടക്കം ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച് സുരക്ഷ നടത്തുന്ന ഒരു ജയിലാണ് വിയ്യൂർ. അതുകൊണ്ട് തന്നെ ഈ വിയ്യൂരിൽ ഗോവിന്ദച്ചാമി എത്തുമ്പോൾ മറ്റ് ജയിലിൻ്റെ വീഴ്ചകളടക്കം ഇനിയൊരു ജയിൽ ചാട്ടത്തിലേക്ക് അടക്കം കടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സുരക്ഷയാണ് വിയ്യൂരിൽ ഒരുക്കിയിരിക്കുന്നത്. സുഹൈൽ, എന്തായാലും ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം ജയിൽ മാത്രമാണ് മാറുന്നത്. ഗോവിന്ദച്ചാമി മാറുന്നില്ല. ഒരു ഡയറ്റ് എടുത്താൽ പോലും പോലീസ് കാര്യമായി തന്നെ നിരീക്ഷിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് ഗോവിന്ദച്ചാമി. ഇനി ഒരു സാഹസത്തിന് ഗോവിന്ദച്ചാമി മുതിരാൻ പാടില്ല. അതിൽ ഇടപെടലുകൾ പോലീസിന്റെയും ജയിലധികൃതരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം.